ഉപ്പുതറയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടലിന് പരിഹാരമില്ലാതെ തുടരുന്നു. ഉപ്പുതറ മേച്ചേരിക്കടയ്ക്ക് സമീപമാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങി 2 മാസം കഴിയുന്നത്. പ്രധാന പൈപ്പ് പൊട്ടിയതിനാൽ ഉയർന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. വെള്ളം റോഡിലൂടെ ഒഴുകാതിരിക്കാൻ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഉപ്പുതറയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് പതിവായിരിക്കുകയാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെയാണ് ഇവിടുത്തെ ജനങ്ങൾ ആശ്രയിക്കുന്നത്. എന്നാൽ കുടിവെള്ളം കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയിൽ കിട്ടാക്കനിയാണ്. പഴയ പൈപ്പുകളിലൂടെയാണ് ഇപ്പോഴും കുടിവെള്ളം ഇവിടെ വിതരണം ചെയ്യുന്നത്. ഈ പൈപ്പുകൾ ദിവസവും പൊട്ടി വെള്ളം പാഴാകുന്നത് കാരണം ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഉപ്പുതറ ബിവറേജിന് സമീപം പ്രധാന പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു. ഉപ്പുതറ വളകോട് റോഡിന് നടുവിലാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. റോഡ് നവീകരിച്ചപ്പോൾ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് അറിയിച്ചിട്ടും ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചില്ല. ഇപ്പോൾ പൈപ്പ് നന്നാക്കാൻ റോഡ് പൊളിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകുന്നില്ല. ഇതാണ് പൈപ്പ് നന്നാക്കാൻ നടപടി സ്വീകരിക്കുന്നതിന് തിരിച്ചടിയായിരിക്കുന്നത്. 2 മാസമായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ജലം പൈപ്പ് പൊട്ടി ഈ ബിവറേജിൻ്റെ തൊട്ടടുത്തുനിന്ന് താഴെ റോട്ടിക്കടിയും എൻ്റെ കടയുടെ മുമ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടുകാരാരോ ആ ഇടത്തെ സൈഡിലേക്ക് തിരിച്ച് വിട്ടിട്ടുണ്ട്. ആ വെള്ളം ഇങ്ങനെ പൊട്ടി പോകുന്നതുകൊണ്ട് മേലുള്ളവർക്ക് വെള്ളം കിട്ടുന്നില്ല. പൊട്ടിയ പൈപ്പിൽ നിന്നും വെള്ളം റോഡിലൂടെ ഒഴുകി നാട്ടുകാർക്കും വ്യാപാരികൾക്കും ദുരിതമായിരുന്നു. നാട്ടുകാർ വെള്ളം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ താഴ്വശത്ത് പ്രധാന പൈപ്പ് പൊട്ടിയിരിക്കുന്നതിനാൽ മുകൾ ഭാഗത്തുള്ളവർക്ക് കുടിവെള്ളവും മുടങ്ങിയിരിക്കുകയാണ്. വകുപ്പുകൾ തമ്മിലുള്ള വടംവലി അവസാനിപ്പിച്ച് പൈപ്പ് നന്നാക്കി കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.